നാട്ടിൽ കലാപഭൂമിയാക്കാൻ അനുവദിക്കുകയില്ല ഞങ്ങൾ. കരിഞ്ഞു പോകും. തീവ്രവാദികൾ തുലഞ്ഞു പോകും. നരേന്ദ്രമോദി ആരെന്നറിയ? ധീരന്മാരുടെ നേതാവ്, ജനകോടികളുടെ നേതാവ്. വിദ്യാർത്ഥികളെ സമര തീവ്രവാദികളെയും ജിഹാദികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഈ രാഷ്ട്രത്തിനും അതേപോലെ തന്നെ ഈ രാജ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കോഴിക്കോട് നോർത്ത് ഇത്തരത്തിൽ ഒരു ഐക്യദാർഢ്യ റാലി. അതിൽ ചോർച്ചയുണ്ടായി. ആ ചോർച്ചയുണ്ടായപ്പോൾ തന്നെ അത് കണ്ടെത്താൻ വേണ്ടി ഭാരതത്തിന്റെ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന് അത് കണ്ടെത്താൻ മാത്രവുമല്ല അന്വേഷണ വിധി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമരത്തിൽ അധ്യക്ഷത വഹിക്കാൻ വേണ്ടി ഈ ഡൽഹിക്ക് അവിടെയാണ് ഇത്തരത്തിലുള്ള അരാജകത്വത്തിലുള്ള ശ്രമം നടക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി ബിജെപിയുടെ മേഖലാ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ മോഹനൻ മാസ്റ്റർ, ബിജെപിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ MP രാജേട്ടൻ, ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടുള്ള റാലികൾ ഇന്ന് രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലൊരു റാലി സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് നേരത്തെ അധ്യക്ഷ ഭാഷണത്തിൽ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിൽ കുറെ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി, അതിലൂടെ അരാജകത്വം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കുറെ ദിവസങ്ങളായി ഒരു സമരാഭാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് അല്ലെങ്കിൽ ഗവൺമെന്റുകൾക്ക് അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്തിരിക്കുന്ന ബ്യൂറോക്രാസികൾക്ക് തെറ്റുകൾ പറ്റാറുണ്ട്. ആ തെറ്റുകൾക്കെതിരെ ജനാധിപത്യ രീതിയിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും രാജ്യത്ത് ഉടനീളം നടക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമരം അതൊരു തെറ്റുതിരുത്താനുള്ള ഒരു സമരമായിരുന്നില്ല. മറിച്ച് കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദി ഗവൺമെന്റിനെ താഴെയിറക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായി നടക്കുന്ന സമരമാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സമരത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം നീറ്റ് പരീക്ഷ ചോർന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ മെയ് 3-ാം തീയതിയാണ് നീറ്റ് പരീക്ഷ നമ്മുടെ രാജ്യത്ത് നടന്നത്. ആ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാക്കളോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ ഒന്നും അല്ല, മറിച്ച് NDA തന്നെയാണ് നീറ്റ് പരീക്ഷ ചോർന്നു എന്ന് കണ്ടുപിടിക്കുകയും ഉടൻ തന്നെ ആ പരീക്ഷ റദ്ദാക്കുന്നതിന് വേണ്ടി തീരുമാനമെടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായി. സ്വാഭാവികമായും ലക്ഷക്കണക്കിന് വരുന്ന ഏകദേശം 22 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ മാസങ്ങളോളം കണ്ണിൽ എണ്ണ ഒഴിച്ച് എഴുതിയ ഒരു പരീക്ഷയാണ്. വിദ്യാർത്ഥികളുടെ
പ്രശ്നങ്ങൾ ഉൾക്കൊണ്ട് തന്നെ അവരുടെ ഒരു വർഷം നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി തന്നെ എത്രയും പെട്ടെന്ന് പുനഃപരീക്ഷ നടത്താൻ ഗവൺമെന്റ് തയ്യാറായി. മാത്രമല്ല 2 മണിക്കൂർ കൊണ്ട് തന്നെ CBI അന്വേഷണത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവിട്ടു. ഇതിന് ഏതെങ്കിലും തരത്തിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ ഇന്ന് ജയിലറുകളിലാണ്. ഏകദേശം 23ഓളം ഉദ്യോഗാർത്ഥികൾ ഇന്ന് ജയിലറുകളിലാണ്. മാത്രമല്ല NTA ചെയർമാൻ അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. ഒരു ഗവൺമെന്റ് ഒരു തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റ് തിരുത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി. ഇതിന് ഉത്തരവാദികളെല്ലാം തന്നെ അറസ്റ്റ് വരിക്കപ്പെട്ടു, ജയിലടക്കപ്പെട്ടു. മാത്രമല്ല ഇത് അന്വേഷണത്തിന് വേണ്ടി ഫാസ്റ്റ് ട്രാക്ക് കോടതി തീരുമാനമുണ്ടാക്കി. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടും ഈ രാജ്യത്ത് ഈ ഗവൺമെന്റിനെ സ്ഥിരപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വളരെ ആസൂത്രിതമായ സമരങ്ങളാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചിരിക്കുന്നത്. പുനഃപരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ അവർ പൂർവാധികം ശക്തിയോടുകൂടി ഉത്സാഹത്തോടുകൂടി പരീക്ഷ എഴുതി. പല ആളുകളും റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചു. അവരുടെ പ്രവർത്തനവുമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് വിദേശത്തു നിന്നും സോഷ്യൽ മീഡിയ വഴി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് നീറ്റ് പരീക്ഷ ചോർന്നതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടുവരുന്നത്. ആ ആവശ്യമായി ഈ കോക്രോച്ച് പാർട്ടിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഡൽഹിയിൽ തലസ്ഥാനമായ ഡൽഹിയിൽ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്താൻ വേണ്ടി മാത്രം നിശ്ചയിച്ച ജന്തർ മന്ദിറിൽ അവർ കുറെ ദിവസങ്ങളായി സമാധാനപരമായ സമരം നടത്തുകയാണ്. ആ സമരത്തിന് ആരും തന്നെ എതിരെയുള്ള ജനാധിപത്യ രീതിയിൽ അത്തരത്തിലുള്ള സമരങ്ങൾ നടത്താം. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ഇങ്ങോട്ട് ആ സമരത്തിന്റെ രൂപവും മാറ്റിക്കൊണ്ട്, ആ സമരത്തിന്റെ രൂപവും ഭാവവും മാറ്റിക്കൊണ്ട് അത് ഈ രാജ്യത്തിന്റെ പൊതുമുതൽ നശിപ്പിക്കുന്ന അക്രമാസക്തമായ സമരമായി അത് രൂപാന്തരപ്പെട്ടു കഴിഞ്ഞു. അതിന് വളരെ വ്യക്തമായി ഇന്റലിജൻസ് വിഭാഗത്തിനും പോലീസിനും കേന്ദ്ര ഗവൺമെന്റിന് കൃത്യമായി അറിയാം. ഇത് ഈ സമരത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യമല്ല, മറിച്ച് ഇത് രാജ്യത്തെ അസ്ഥിരതപ്പെടുത്തുന്നതിന് വേണ്ടി അമേരിക്ക പോലുള്ള ചൈന പോലുള്ള രാഷ്ട്രങ്ങളുടെ ഒത്താശയോടുകൂടി രാഷ്ട്രദ്രോഹികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരമാണ് എന്ന് തിരിച്ചറിവ് കേന്ദ്ര ഗവൺമെന്റ് അറിയാം. ആദ്യം